ഹലോ ഗൈസ്, ഇറ്റ്സ് പ്രദീപ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടല്ല. അപ്പോൾ വീട്ടിൽ ഇരുന്നപ്പം വിജയ് ഇന്ന് കന്യാകുമാരി വരുന്നുണ്ട്, അതിൻ്റെ ലൈവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലൈവിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്തെന്ന് വെച്ചാൽ അടുത്ത് തമിഴ്നാട് വിജയ് തന്നെ ഭരിക്കും. കാരണം TVKൻ്റെ കയ്യിൽ ജനങ്ങൾ എന്തായാലും തമിഴ്നാടിനെ കൊടുക്കുമെന്നൊരു കാര്യം ഉറപ്പായി. കാരണം വിജയൻ്റെ ഫാൻസ് തന്നെയാണ്. വിജയൻ്റെ ഫാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിജയൻ്റെ തമിഴ്നാട് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ, 5 പേര് അടങ്ങുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും വിജയൻ്റെ ഫാൻസായിട്ട് കാണും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യന് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അതൊന്നുമല്ല. ഞാൻ പറയാൻ വന്നത് ജനനായകൻ എന്ന സിനിമയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ലീക്ക്ഡ് പ്രിൻ്റ് ഇറങ്ങിയെന്നറിഞ്ഞു. ഇതെങ്ങനെ ഇറങ്ങിയെന്നോ ആരിറങ്ങിയെന്നോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ലീക്ക്ഡ് പ്രിൻ്റ് ഇറങ്ങിയെന്നറിഞ്ഞു. ഞാൻ റിക്വസ്റ്റ് ചെയ്യാനാണ് വന്നത്, മാക്സിമം ആളുകൾ ഇത് ഷെയർ ചെയ്യുക. അതായത് ഈ പ്രിൻ്റ് ഒരിക്കലും ആരും കാണരുത്. കാരണം ഇതൊരു ക്രൈമാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ ഇതൊരു ക്രൈമാണ്. ഈ ക്രൈം നമ്മൾ ഈ കാണുന്നത് വഴി ഈ ക്രൈമിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ആയിപ്പോൾ. സംഭവം എന്തെന്ന് വെച്ചാൽ, ഒരു സിനിമ ചെയ്ത് അത് തിയേറ്റർ റിലീസ് വരെ എന്തെല്ലാം പ്രോസസ്സുണ്ടോ അതെല്ലാം കഴിഞ്ഞിരിക്കുകയും ആ സിനിമ അവരത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്താണ് ആ സിനിമ ഇറക്കിയത്. നിസ്സാര ഒരു ഈ യൂട്യൂബിൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ തന്നെ എന്തുമാത്രം പണിയുണ്ടെന്നറിയോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിന് ഇത്ര പണിയുണ്ടെങ്കിൽ ഒരു സിനിമ ഇറക്കാൻ എന്തുമാത്രം പണിയുണ്ട്, എത്ര പേര് സ്ട്രഗിളുണ്ട്. അപ്പം നമ്മൾ ആ ഒരു സ്ട്രഗിളിനെ നമ്മൾ മാനിക്കണം. ഇത് ഒരിക്കലും ക്രിമിനൽസിനെ നമ്മളൊരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. നമ്മളിത് കാണുന്നത് വഴി അതവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെൻ്റെ ആജ്ഞയൊന്നുമല്ല, എൻ്റെ ഒരു അപേക്ഷയാണ്. മാത്രമല്ല, ഞാൻ ഈ ഇടയ്ക്ക് കണ്ടുവന്നത് 2 ദിവസമായിട്ട് ഇതിൻ്റെ സീനുകളുണ്ടല്ലോ, അത് ഈ ഇൻസ്റ്റാഗ്രാമിലും ടെലഗ്രാമിലും എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ സീനുകൾ എന്തുമാത്രം ഡേഞ്ചറാണെന്നറിയോ. അത് നമ്മളെന്ത് പറയുക, എല്ലാ സിനിമയ്ക്കും അതൊരു ഭീഷണിയാണ്. അങ്ങോട്ടുള്ള ഫ്യൂച്ചറിലുള്ള എല്ലാ സിനിമയ്ക്കും അതൊരു ഭീഷണിയാണ്. കണ്ടവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളോ കണ്ട് ഈ സിനിമ എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു. പക്ഷേ ഇത് ഇനി നിങ്ങൾ ഈ സിനിമേൻ്റെ സീനുകളൊന്നും എടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒന്നും ഇടരുത്. എനിക്ക് തുറക്കാൻ വയ്യ. ഞാൻ കാരണം ഈ സ്കിൽസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഈ സിനിമേൻ്റെ സീന് കാണുന്നത്. ഞാൻ ഉടനെ സ്ക്രോൾ ചെയ്ത് കളയും. ഇത് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതിൻ്റെ സീനുകൾ പോലും ഇങ്ങനെ റീൽസിലൊക്കെ വരുന്നത്, അത് ഭയങ്കര, നമുക്ക് സത്യം പറയാമല്ലോ, അതൊരിക്കലും ഒരു മനുഷ്യന് അംഗീകരിക്കാൻ പറ്റാത്തൊരു കേസാണ്. എനിക്കിന്ന് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാനും ഇത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനും കാരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. എന്തായാലും അടുത്ത് വിജയ് വരട്ടെ, TVK തമിഴ്നാട് ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ബൈ.